നമസ്കാരം. മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ അറിയിപ്പിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കൊണ്ടുവന്ന സംസ്ഥാനത്തെ പെൻഷൻ തുക കൈപ്പറ്റുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം കഴിഞ്ഞ 24-ാം തീയതി ആരംഭിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടായത്. എന്നാൽ ഈ കഴിഞ്ഞ 24-ാം തീയതി സംസ്ഥാന സർക്കാരിന് ആ ഒരു തുക വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസമായ 26-ാം തീയതി സംസ്ഥാന സർക്കാർ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇനി കൈകളിലെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള തുക സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് അവർക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതായിരിക്കും. പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച തുക പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ വിശദമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ദയവായി പൂർണ്ണമായും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു തുക 26-ാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് ട്രാൻസ്ഫർ ബെനിഫിറ്റ് വഴിയാണ് ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റുന്നത്. ഇതിൽ ഏകദേശം 40% വരുന്ന ആളുകളും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളായിരിക്കും. സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിലെത്തിയിട്ടായിരിക്കും അവർക്ക് തുക കൈമാറുക. പറയുവാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആർക്കെങ്കിലും തുക ലഭിക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും തുക എത്തിച്ചേരുമെന്നുള്ളവരും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾക്ക് ശനിയാഴ്ച കഴിഞ്ഞിട്ടും തുക ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയതിനു ശേഷം നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും തുക ലഭിക്കുക. പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മാസ്റ്ററിങ് നിങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മുതലുള്ള തുക മാത്രമേ നിങ്ങൾക്ക് കൈപ്പറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം.